എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയായ മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുമ്പോൾ അച്ഛൻ്റെ അടുത്ത ബന്ധു പീഡിപ്പിച്ചതായി അറിയില്ലായിരുന്നുവെന്ന് അമ്മയുടെ മൊഴി. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. യുവതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് മൂഴിക്കുളം പാലത്തിലെത്തിച്ച അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, ഈ പ്രതിയെ യുവതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, കൊലപ്പെടുത്താനുള്ള കാരണം; 2, ഈ കൊലപാതകവും കുഞ്ഞിനെ പീഡിപ്പിച്ചതുമായി ബന്ധമുണ്ടോ; അതോടൊപ്പം ഈ കുഞ്ഞിനെ ലൈംഗികമായി ചൂഷണം ചെയ്ത അടുത്ത ബന്ധുവായ യുവാവിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന് അറിയേണ്ടത്. ഈ ആദ്യത്തെ ദിവസത്തെ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊലപാതകവുമായി ഈ ബന്ധം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. കാരണം കൊലപാതകത്തിന് അമ്മ പറയുന്ന ന്യായീകരണങ്ങൾ പൂർണ്ണമായും പോലീസ് അങ്ങോട്ട് മുഖവിലേക്ക് എടുത്തിട്ടുമില്ല എന്ന് വേണം പറയാൻ. കാരണം രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ അച്ഛൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അത് തന്നെ അസ്വസ്ഥയാക്കി. രണ്ടാം അമ്മയോടൊപ്പം കുഞ്ഞ് ജീവിക്കുന്നതായി സ്വപ്നം കണ്ടു. അത് അവൾക്ക് ബുദ്ധിമുട്ടാകും, അതല്ലെങ്കിൽ അത് അവളെ കൂടുതൽ ഒരു മോശമായ അവസ്ഥയിലേക്ക് തള്ളിവിടുമെന്ന് കരുതിയാണ് കുഞ്ഞിനെ താൻ കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ നേരത്തെ തന്നെ നിരവധി തവണ, ഈ കുഞ്ഞിനെ കാണാതായത് മുതൽ കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിൽ നിന്നും വെള്ളത്തിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നത് വരെയുള്ള അമ്മ പലതവണ മൊഴി മാറ്റി നൽകിയിട്ടുള്ള മൊഴിയിലെ വൈരുദ്ധ്യം അന്ന് തന്നെ പോലീസിന് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു അമ്മ ഇപ്പം നൽകിയിരിക്കുന്ന മൊഴിയും പോലീസ് അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ. അതേസമയം തനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ കുഞ്ഞിനെ പീഡിപ്പിച്ചതായി തനിക്ക് വിവരം ഉണ്ടായിരുന്നില്ല എന്നും അമ്മ പറയുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ പോലീസും അന്വേഷിക്കുന്നതാണ് ഈ കൊലപാതകവുമായി ഈ പീഡിപ്പിച്ച വ്യക്തിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ കുഞ്ഞിന്റെ കൊലപാതകം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയാനുണ്ട്. അതിനാണ് പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതും. എന്നിരുന്നാൽ പോലും ഇന്നത്തെ, അതായത് 5 ദിവസമാണ് പോലീസ് ഈ സ്ത്രീയെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. 5 ദിവസത്തിൽ ഇന്ന് ആദ്യത്തെ ദിവസത്തിൽ ചെയ്തിരിക്കുന്ന മൂഴിക്കുളം പാലത്തിൽ നിന്നുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ മൂഴിക്കുളം പാലത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ മൊഴിയെടുപ്പ് തുടരും, ചോദ്യം ചെയ്യൽ തുടരും. അതുപോലെ തന്നെ ഈ പ്രതിയെ, അതായത് പീഡന കേസിലെ പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് അറിയുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭർത്തൃ വീട്ടുകാർ നിരന്തരം നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. അതായത് അമ്മ 3-4 തവണയൊക്കെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. നേരത്തെയും ഇത്തരം ഒരു ഹിസ്റ്ററി അമ്മയ്ക്കുണ്ട്. കുഞ്ഞിനെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചു, അതുപോലെ തലയ്ക്ക് ടോർച്ച് കൊണ്ടടിച്ചു. ഇങ്ങനെ കൊലപാതക ശ്രമം ആദ്യത്തെ ശ്രമമല്ല അമ്മയുടേതെന്നുള്ള തരത്തിലുള്ള മൊഴികൾ, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പോലീസിന് അവരങ്ങനെ ഒരു മൊഴി നൽകിയത്. എന്നാൽ പോലീസ് അത് പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യമൊന്നും ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല, കുട്ടികളെ നോക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടുകുടുംബം വ്യവസ്ഥയിൽ ജീവിച്ചു വന്നിരുന്ന ഒരു കുടുംബമാണ്. അതിലെല്ലാവരും ഒന്നിച്ച് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചെറിയച്ഛൻ അതിനുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത ഈ കുഞ്ഞിനെ കഴിഞ്ഞ 1.5 വർഷമായി ലൈംഗികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേട്ടോ, തീർച്ചയായും ആജ്ഞ, കാരണം അതാണ് ഈ 1.5 വർഷത്തോളം, അതായത് കുഞ്ഞിനെ 2 വയസ്സ് മുതൽ ഈ യുവാവ് ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്തിലടക്കം മുറിവേറ്റതായി വ്യക്തമാണ്. അതിൻ്റെ തെളിവുകളടക്കമുണ്ട്. ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക്, പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം 1.5 വർഷമായി ഈ കുഞ്ഞിനെ നിരവധി തവണ, ഏകദേശം 10-ലേറെ തവണ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അമ്മയുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്? അതൊരു ചോദ്യമല്ലേ? പോലീസ് അത്തരമൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ടോ? ഇപ്പം ഈ യുവതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? അതായത് തനിക്കിതിനെക്കുറിച്ച്, ഈ പീഡനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന മൊഴി പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? ആ
സംശയം തന്നെയാണ് പോലീസിലും നിലവിൽ ഉള്ളത്. കാരണം ഈ പീഡന വിവരം അമ്മ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് പോലീസ് പൂർണ്ണമായിട്ടും ആ മൊഴി അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിക്കുന്നു. സാധാരണ ടോം സൂചിപ്പിച്ചതുപോലെ പെൺകുഞ്ഞാണ്, അധികം വകതിരിവായിട്ടില്ലാത്ത, പ്രായപൂർത്തി ആകാത്ത, അതല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലെത്താത്ത ഒരു കുഞ്ഞാണ്, ചെറിയ പ്രായത്തിലുള്ള ഒരു കുഞ്ഞാണ്. അത് സ്വന്തം കാര്യങ്ങൾ പോലും തിരിച്ചറിയാനുള്ള ചെയ്യാനുള്ള കഴിവായിട്ടില്ല. ഒരുപക്ഷെ ഈ രണ്ടാലച്ഛൻ പീഡിപ്പിച്ചതാണ്, താൻ ഇത്തരം ഒരു വലിയ ക്രൂരകൃത്യത്തിനാണ് താൻ ഇരയാകുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഏജിലുള്ള കുട്ടിയാണ്. 3.5 വയസ്സാണ് അതിൻ്റെ പ്രായം. അത് ഇത്തരം നിരന്തരം പീഡനം അനുഭവിക്കുമ്പോൾ ഇതിനെ കുളിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഇതിനെ വസ്ത്രം മാറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് അത് തൻ്റെ മകൾ ഇത്രയും 1-2 തവണയല്ല, നിരന്തര പീഡനത്തിനാണ്. 10-ലധികം തവണ താൻ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ മൊഴി പോലീസ് അത്ര മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അമ്മ പറയുന്നത് ഈ അച്ഛൻ വേറെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു, അതിൻ്റെ പേരിൽ താൻ മാനസിക സമ്മർദ്ദത്തിലാകുന്നു, തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, രണ്ടാമതൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇത്തരം കാര്യങ്ങളിൽ തൻ്റെ കുഞ്ഞ് രണ്ടാനമ്മയോടൊപ്പം ജീവിക്കുന്നതായി താൻ ദുസ്വപ്നം കണ്ടു. അതാണ് തന്നെ ഡിസ്റ്റർബ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്ന മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. ഒന്നാമത്തെ കാര്യം, അതായത് ഈ കൊലപാതകത്തിന് പിന്നാലെ പോസ്റ്റ്മോർട്ടത്തിലൂടെയാണല്ലോ ഈ പീഡനത്തിന്റെ വിവരം പുറത്തു വരുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള വലിയ ക്രൈമുകളാണ് ഒരു പെൺകുട്ടിയിൽ തന്നെ, ഒരേ കുടുംബത്തിലുള്ള 2 പേർ ഒരു പെൺകുട്ടിയോട് തന്നെ ചെയ്തത് വലിയ ക്രൈമുകളാണ്. അതിനുള്ള ഉത്തരം പോലീസിന് കണ്ടെത്തിയാൽ മതി. അത് പോലീസിന്റെ പ്രൊസീജിയേഴ്സ് ഇഷ്യൂ കൂടിയായി മാറിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം ഈ കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരൻ ഈ കുഞ്ഞിനെ ലൈംഗികമായി ചൂഷണം ചെയ്ത വ്യക്തിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇയാളൊരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയധികം അശ്ലീല വീഡിയോകളൊക്കെ ഇയാളുടെ ഫോണിൽ ഉണ്ടായിരുന്നു. പതിവായി അശ്ലീല വീഡിയോകൾ കാണുന്ന വ്യക്തിയാണ്. മാത്രമല്ല, പൊതുവെ ആളുകളുമായി അത്ര സമ്പർക്കം പുലർത്താത്ത, ആളുകളോട് അധികം സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു നിഗൂഢത നിറഞ്ഞതാണ് യുവാവിൻ്റെ ജീവിതമെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കുഞ്ഞിനെ, ഈ 3.5 വയസ്സുകാരിയെ മാത്രമായിരിക്കുമോ ഇയാൾ ചൂഷണം ചെയ്തത്? മറ്റ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ സ്വാഭാവികമായും ഒരു പേടിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ലൈംഗിക വൈകൃതമുള്ള വ്യക്തി കൂടുതൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മറ്റു യുവതികളെയൊക്കെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ തലങ്ങളിലേക്ക് പോലീസിന് അന്വേഷണം നീങ്ങുന്നുണ്ടോ? ഈ ബന്ധുക്കളായിട്ടുള്ള മറ്റു കുഞ്ഞുങ്ങളെ ഇയാൾ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം രൂക്ഷമായ ലൈംഗിക വൈകൃതമുള്ള ഒരാൾ തന്നെയാണ് ഇയാളെന്ന് വ്യക്തമായിട്ടുണ്ട്. അതേസമയം ഈ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴും 10 വയസ്സുള്ള ഒരു ആൺകുട്ടി കൂടിയുണ്ട് ഈ കുഞ്ഞിന്റെ മൂത്ത സഹോദരനായിട്ടൊരു ആൺകുട്ടി കൂടി ഇവർക്കുണ്ട്. ഈ കുഞ്ഞിന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും പ്രതിയുമായി കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇതിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ്. അതുപോലെ ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം ഭയപ്പെടേണ്ടുന്ന കാര്യമാണ്. കാരണം ഈ ഏരിയയിൽ വീടുകൾ ഇങ്ങനെ അടുത്തടുത്താണ്. എല്ലാ വീടുകളിലും ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് എപ്പോഴും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകാം. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഇത്തരം കേസുകൾ, അതായത് കുഞ്ഞുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഇത്തരം പീഡോഫൈൽസ് ഉള്ള മേഖലകളിലൊക്കെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് കുഞ്ഞിനോട് വളരെ അടുത്ത ഒരു വ്യക്തിയായിരിക്കും. 90% കേസുകളിലും അങ്ങനെ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നുകിൽ അച്ഛനാവാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ സഹോദരൻ, അതുപോലെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള മറ്റൊരാൾ, അമ്മയുടെ സഹോദരൻ, അതല്ലെങ്കിൽ അത്തരത്തിൽ അമ്മയുടെ സുഹൃത്ത്, ഇങ്ങനെ വളരെ അടുത്തുള്ള ആളുകൾ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്, ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യം അങ്ങേയറ്റം ഭീതിതമാണ്. അതുകൊണ്ട് തന്നെ ടോം പറഞ്ഞ കാര്യം പേടിക്കേണ്ട ഒരു സാഹചര്യമാണ്. ചുറ്റുവട്ടത്തെ കുഞ്ഞുങ്ങളുണ്ടാകും. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ തരത്തിലുള്ള ഉപദ്രവം നേരിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 22 അംഗ അന്വേഷണ സംഘമാണ്. തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ലൈംഗിക വൈകൃതമുള്ള വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ പരിസരത്ത് കാണാം, കുടുംബങ്ങളിൽ കാണാം. കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ, ഭാവി ജീവിതം തന്നെ അപകടത്തിലാകാം. പലപ്പോഴും ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്നുണ്ട്.